നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലസ് വൈബ് ഗൈസ്. അപ്പോൾ ദേ എവിടെയായിരുന്നു ഞാൻ അല്ലേ? വേറെ എവിടെയില്ല, നമ്മുടെ ഫോൺ ചേട്ടൻ നൈസായിട്ടൊരു പണി തന്നു. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നപ്പോൾ പിന്നെ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടുപോയി. അപ്പോൾ ദേ വീണ്ടും ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മളൊരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയി അങ്ങനെ ഇപ്പം നേരത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ദേ ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ട് ചേച്ചി. ഉണ്ടോ, മാറാലൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്കൊരു ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗസ്റ്റ് അല്ല, നമ്മളെ വീട്ടുകാരുണ്ട്. അപ്പോൾ അവർ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടല്ല, മൊത്തത്തിൽ നമ്മൾ ക്ലീനിങ് വേറെ ഒന്നല്ല. അതേപോലെ കുട്ടിപ്പട്ടാളം ക്ലീനിങ് കാണിച്ചു തരാം. ഓ പാവനൊക്കെ ക്ലീനിങ് ആ ഉള്ളത് ക്ലീൻ ആക്ക്. മറിച്ച് പൊടിയാ മാറാലി കിടക്കിരിയൊക്കെ മരണം എന്തായാലും ഒക്കെ എടുത്തോ. കിച്ചണിൻ്റെ പണി എനിക്കാണ്, വേറെ ഒന്നുമല്ല. ചിക്കൻ കറി ചോറ്. അപ്പം നോക്ക് മക്കളെ, നോക്ക് ചിക്കൻ. ഇനി അത് ഞാൻ റെഡി ആക്കണം. അപ്പം ഗൈസ് തുടങ്ങല്ലേ, സെറ്റ്. അങ്ങനെ ദേ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ചോറും കൂട്ടാൻ വയ്ക്കാൻ എന്തോരം നേരം വേണം? നിസ്സാരം, ഇതൊക്കെ എന്ത്. അപ്പോൾ ദേ ഞാൻ ചിക്കനിലോട്ടുള്ള സബോളയും കാര്യങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുത്തിനെ ഞാൻ വേപ്പല പൊട്ടിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ നേരം വരെയായിട്ട് എത്തിയിട്ടില്ല. പിന്നെ അത് വേരോട് കൂടി പിഴുതുകൊണ്ടിരുന്നൊന്നും എനിക്കറിയില്ല. സാധാരണ ഉള്ള സ്വഭാവം വെച്ച് അങ്ങനെയാണ് ചെയ്യാറ്. ഭാഗ്യം വേപ്പല മാത്രമേ ഉള്ളൂ ഗൈസ്. അതെ, വേപ്പലയും കാര്യങ്ങളൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മളിങ്ങനെ എന്താ പറയുക, ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഓരോന്നിട്ടിട്ടല്ല വഴട്ടാണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉള്ള ദിവസങ്ങളിൽ, അതായത് വിശപ്പ് തീരില്ലാത്ത ദിവസങ്ങളിൽ, അതായത് നേരം തീരില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ തട്ടിക്കൂട്ട് ചിക്കൻ കറി വയ്ക്കും. അതായത് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റും. അല്ലെങ്കിൽ ഓരോന്നോരോന്ന് സമയം എടുത്തിട്ടാണല്ലോ. ഇതിപ്പോൾ തക്കാളി വരെ ഈ സബോളേൻ്റെ കൂട്ടത്തിലിട്ടിട്ടാണ് നമ്മൾ വഴറ്റണത്. സാധാരണ മസാല ഒക്കെ മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളിക്ക് ഇടുക. പക്ഷേ വിശപ്പിൻ്റെ ആധിക്യം മൂലം നമ്മൾ എല്ലാം ചടപട എന്നങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്ത് സെറ്റാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് അങ്ങോട്ട് സെറ്റായിക്കോളും. അപ്പോൾ ഞാൻ അവരവിടെ എന്താ ചെയ്യണമെന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ ലിവിങ് റൂമൊക്കെ നല്ല പൊട്ടി പിടിച്ച് കിടക്കുകയാണ്. എന്താണെന്നറിയില്ല, ഒരു പെട്ടെന്ന് ഇവിടെ പൊടി പിടിക്കാമെന്ന്. എന്തോരം അടിച്ചാലും ഇതൊന്നും ഒരു കാര്യമില്ല. പുറത്താണെങ്കിൽ ഒട്ടുക്കത്തെ പേമാർ അവിടെ ഇറങ്ങാൻ പോലും തോന്നില്ല. അളി വിളി ചളി വിളിയായിട്ട്. പിന്നെ ചളി ഉണ്ടാവില്ല ഇതാക്കിയ കാരണം. പക്ഷെ നിറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ടേ ഒരു വല്ലാത്തത്. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ മഴേനോടുള്ളൊരു കമ്പം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ചീഞ്ഞ മഴ നിൽക്കണില്ലല്ലോ, നമ്മൾ തന്നെ പ്രാകും അല്ലേ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ മാറ്റിലൊക്കെ നിറച്ച് മുടിയും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സുന്ദൂട്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവം. പിന്നെ കുറേ പാവകളുണ്ട്, അതുമൊക്കെ നിറച്ച് പൊടിയാണ്. അതൊക്കെ തട്ടിയെടുത്ത് സെറ്റാക്കി വെക്കണം. അടിച്ചു വാരി തുടക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പം നേരെ ഞാൻ എൻ്റെ കിച്ചണിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കിച്ചൺ ഡ്യൂട്ടി നമുക്കാണല്ലോ. അപ്പോൾ അടി പിടിച്ചോ എന്തോ. അപ്പോൾ ഞാൻ നൈസായിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ വാർത്ത് നമ്മുടെ അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇനി ഇത് ചോറ് ഇടണ പാത്രത്തിലേക്ക് പകർത്തണം. അപ്പം ഞാൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ആക്കി വയ്ക്കും. അപ്പോൾ അവളെ നാട്ട് കിട്ടും എനിക്ക്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ അത്യാവശ്യം വേണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായി വേണം, പക്ഷെ നേരില്ല. അപ്പം ഇതൊക്കെ വേണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കും. ഞാനൊരു സൂത്രം കാണിച്ചത് കേട്ടോ. ഒരാൾ നിന്ന് അടിച്ചു വരണം എൻ്റെ കാണിച്ചത്. ഗൈസ്, ഇതൊരാൾക്കുള്ള ഗിഫ്റ്റ് മേടിച്ച് വെച്ചേരുന്നതാണ് കേട്ടോ. വേറെ ആർക്കല്ല, നമ്മുടെ കുഞ്ചൂസിൻ്റെ ഫ്രണ്ടിൻ്റെ പേരെന്താ? ഇന്ന് മിത്രയുടെ ബർത്ത്ഡേ ആണ്. ഈ നെരുന്ത് പോലത്തെ പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വിളിക്കുന്നത് എനിക്കുണ്ടായിരുന്നു. എന്നെ ആരും വിളിച്ചിരുന്നില്ല. അതൊക്കെ ഒരു കാലം. അപ്പൊ ഈ പിള്ളേരൊക്കെ പാർട്ടിക്കൊക്കെ വിളിക്കണ എന്താ അല്ലേ. കാലം പോണൊരു പോക്കേ. അല്ലാണ്ട് എനിക്ക് കുശുമ്പുണ്ടായിട്ടൊന്നുമല്ല, അത് വേറെ കാര്യം.
അങ്ങനെ അതേ ലിവിങ് റൂമിലത്തെ എൻ്റെ മണി പ്ലാന്റിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഒന്നും കൂടി മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അതൊക്കെ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ദേ നമ്മുടെ ചിക്കൻ കറി എണ്ണളക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ റോസ്റ്റ് ചെയ്യാറാണ് പതിവ്. ചിക്കൻ കറിയായിട്ട് വെക്കൽ കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയായിട്ടാണ് വെക്കണത് കേട്ടോ. അതായത് കുറച്ച് ചാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല കിഡിലും ചിക്കൻ കറിയാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഗൈസ്. അങ്ങനെ അതേ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ, ഏത് അടിച്ചുവാരലൊക്കെ. അപ്പോൾ അതേ നൈസായിട്ട് ചേച്ചി ചൂല സുന്ദൂട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അടിച്ചു വരിപ്പിക്കാനായിട്ട്. ഇനി ബാക്കി അവളാണ് അടിച്ചു വാരണ കേട്ടോ ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ കുഞ്ചൂസ് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കൊന്തി ചേട്ടൊക്കെ തീർത്ത് ബാക്കിയുള്ള മുടിയൊക്കെ കൊടുത്തിട്ട് കളയാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള റോസ് ഉടുപ്പാണ് ഇട്ടേക്കണേ കേട്ടോ. ആക്ച്വലി ഇത് ഇവക്ക് കിട്ടിയതല്ല, സുന്ദൂട്ടിയുടെ കുർബാനക്ക് കുർബാന സ്വീകരണത്തിന് കിട്ടിയിട്ടുള്ള ഉടുപ്പാ. പക്ഷെ അത് ഇവളടിച്ച് മാറ്റി. ഇവക്ക് പക്ഷെ ബാർബീനൊന്നും ഇഷ്ടമല്ല, പക്ഷെ റോസ് കളർ ഉടുപ്പ് ഇഷ്ടം അല്ല കുഞ്ചു? കളർ ഇഷ്ട. പകപുട്ടറൊക്കെ കഷത്താണ് മര്യാദക്ക് തുടക്കത്തൊക്കെ. മേക്കപ്പ് ഞാനാണ് കേട്ടോ, ഡ്രസ്സിങ് മമ്മിയും. ഓ ചേച്ചിയും കുളിച്ചു ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് പേടിക്കണ്ട, നമ്മൾ കിടക്കി വിരിയൊന്നും ഇട്ടിട്ടില്ല, വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇനി അത് ഇടണം. അപ്പം ചേച്ചിയൊക്കെ കുളിച്ചു, ഞാനൊന്നും കുളിച്ചിട്ടില്ല. ഞാനൊക്കെ ഇനി ചോറിട്ടൊക്കെ കുളിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കണത്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം ഇനി ഇവരെ പറഞ്ഞു വിടാം, എന്നിട്ട് നമുക്ക് പുട്ടടിക്കാം ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. മുടിക്കെട്ട്, അതായത് തലമുടി കെട്ടല് ഭയങ്കര തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ, നല്ല സ്റ്റൈലായിട്ട് മുടി കെട്ടുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് തൊട്ടാക്കണ്ട. ഫൈനൽ ടച്ചപ്പാണ് ഗൈസ്. കുഞ്ചൂസിനെ ഞാനങ്ങനെ താജ്മഹൽ തീർത്തു. സുന്ദരിയായിട്ട് ഇതിങ്ങനെ പ്രത്യേക ഒക്കേഷനിൽ മാത്രം ഞാൻ ഇട്ടാറുള്ളൂ, എന്നും ഇട്ടാരില്ല കേട്ടാ. ഇതൊക്കെ എന്റെ സാധനങ്ങളാ ഗൈസ്. കണ്ണ് തെറ്റി ഉള്ളത് എടുത്തോണ്ട്. സുന്ദരിയായിരുന്നു. അങ്ങനെ ദേ അവർ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടോ. അപ്പം ഞാനും സുന്ദരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയും പോയിട്ടുണ്ട്. ചേച്ചി പോണില്ല പറഞ്ഞാണ് ജെയിംസിയുടെ ബലമായി വലിച്ചുകൊണ്ട് പോയതാണ്. എന്തിന്? ഗൂഗിൾ മാപ്പ് ഇടാൻ. അങ്ങനെ ദേ അവരെല്ലാവരും പോയി. അപ്പം സുന്ദരി നൈസായിട്ട് എന്നോട് മാം ഒരു കാര്യം ഈ ഇത് കൂടി തുടയ്ക്കാനുള്ളത് വേണ്ടി തന്നു. ഞാൻ നോക്കുമ്പോൾ അവൾ ആ റൂം മാത്രം തുടച്ചിട്ടുള്ളത്. എന്നിട്ട് അവൾ ഓടി കുളിക്കാൻ കയറി. അതെ ബാക്കി ഞാൻ ഒരു ജിലേബി അവിടെ ഇരിക്കണ്ടായിരുന്നു തിന്നിട്ടാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അങ്ങനെ നൈസായിട്ട് എല്ലായിടത്തും തുടച്ച് സെറ്റായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതേ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഞായറാഴ്ച കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് കോളേജിൽ പോകണം. എന്താ അല്ലേ, എത്ര പെട്ടെന്നാണ് ഈ ടൈം എന്ന് പറഞ്ഞ സാധനം പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഏകദേശം 3:45 ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ദേ നമ്മുടെ ഒത്തിരി നേരത്തെ നീണ്ടു നിന്ന് പ്രോസസ്സിംഗ് ഒക്കെ നമ്മുടെ കഴിഞ്ഞു. വൃത്തിയാക്കൽ അടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കുളിച്ചു. എനിക്ക് കുളിക്കാനുള്ള സാവകാശം വിശന്നിട്ട് കാണാല്ലേ. സമയം 4 ആയി. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ചോറ് സുന്ദിട്ടി ചിക്കൻ കറിയും ചോറ് കഴിക്കണം ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് കഴിക്കട്ടെ, ലൈക്ക് പീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, സീ യു.